ഞങ്ങൾ മുള്ളരിങ്ങാട് സ്വദേശികളാണ്. ഞങ്ങളുടെ നാട്ടിൽ അതിദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ, ഞങ്ങളുടെ ഒരു അനിയൻ ഞങ്ങളിൽ നിന്ന് പോയി കാട്ടാനയുടെ ആക്രമണത്താൽ. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കാട്ടാനയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനയുടെ ശല്യമാണ് ഞങ്ങളുടെ നാട്ടിൽ. റോട്ടിലൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത പല സാഹചര്യങ്ങളും ഞങ്ങളുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടും ശാശ്വതമായൊരു പരിഹാരം നാളിതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 13 കിലോമീറ്ററോളം ഫെൻസിങ് തീർക്കേണ്ടടുത്ത് 3-4 കിലോമീറ്റർ ഫെൻസിങ് തീർത്ത് ഈ ആളുകളുടെ ഇടയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് കാട്ടിൽ അഴിച്ചുവിട്ടേർന്ന പശുവിനെ അഴിക്കാൻ പോയ നമ്മുടെ കൂട്ടുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ, അതിദാരുണമായ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റേതായ വിഷമത്തിലാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം ഈ ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഞങ്ങൾക്ക് ഇതിൽ കൂടെ സഞ്ചരിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. കർഷക തൊഴിലാളികളാണ് ഞങ്ങളിവിടെ ഉള്ളവർ. തൂമ്പയെടുത്ത് പണിയെടുത്ത് ജീവിക്കുന്ന കർഷക തൊഴിലാളികളാണ്. ഞങ്ങൾക്കിവിടെ ജീവിക്കാതിരിക്കാൻ പറ്റൂല. എന്ത് പറഞ്ഞാലും ഇവരിങ്ങനെ എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു ഇതല്ലാതെ ഇപ്പോൾ ഒരാളുടെ ജീവിതം പോയി, ഒരു കുടുംബത്തിൻ്റെ ജീവിതം പോയി. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ ഫെൻസിങ് തീർക്കുക, ട്രഞ്ച് താത്തി ആന ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അത് ചെയ്ത് നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടുകാർക്ക് ഇവിടെ ഏതായാലും വീടിട്ടിട്ട് പോകാനൊന്നും പറ്റൂല, ഇവിടെ ജീവിക്കാതിരിക്കാനും പറ്റൂല. ഇവിടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം, കാരണവന്മാർക്ക് ഇവിടെ ജീവിക്കണം. ഇവിടെ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടത് ഇതിന് ശാശ്വതമായൊരു പരിഹാരമാണ്. ഫെൻസിങ് പൂർത്തീകരിക്കുക, ട്രഞ്ച് സ്ഥാപിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇത് ചെയ്തു തരേണ്ടത്. ഇതൊന്നും ചെയ്തു തരാതെ ഇല്ല. ഇന്നൊരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അനിയനാണ് പോയിരിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടുകാരനാണ് പോയിരിക്കുന്നത്.